മറ്റാരെന്തു പറഞ്ഞാലും മതേതരത്വം ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ UDF-നോടൊപ്പമാണ്, കോൺഗ്രസിനോടൊപ്പമാണ്, മതേതരത്വത്തിനോടൊപ്പമാണ്. പൊളിറ്റിക്സ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അതല്ലാതെ കുറച്ച് റോഡ് ടാർ ചെയ്തു, കുറച്ച് കല്ലിങ്ക് പണിതു എന്നുള്ളതല്ല. നമസ്കാരം. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കൂടുകയാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ആണ് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇനി പരമാവധി ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത്. അതിനിടയിൽ പരമാവധി പ്രവർത്തകരെ നേരിൽ കാണുന്നതിനായുള്ള ഒരു നെട്ടോട്ടം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ എരുമേലിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചോ? മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി ആരംഭിച്ചു. ഇന്നലെയാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നത്. അതനുസരിച്ച് വളരെ സജീവമായി മണ്ഡലത്തിൽ ആരംഭിച്ചു. തുടക്കമാണോ ഇത് ഇവിടെ എരുമേലിയിൽ നിന്നും? എരുമേലിയിൽ നിന്നല്ല, ഇന്നലെ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള റോഡ് ഷോയോടൊപ്പമാണ് നമ്മുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ താങ്കൾ ആദ്യമായിട്ടാണ്, കന്നി അംഗമാണ്. അപ്പം മണ്ഡലത്തിലൊക്കെ ആളുകൾക്ക് പരിചയം ഉണ്ടോ? എല്ലാവർക്കും എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പരിചയം? എന്നെ സംബന്ധിച്ച് ഞാൻ 1990 പാലാ കോളേജിൽ ചെയർമാനായിരുന്നു. അന്ന് ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിനെയാണ് ഞാൻ തോൽപ്പിച്ചത്. അതോടൊപ്പം ഞാൻ 94 കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായി തുടക്കം കുറിച്ചതാണ്. അന്ന് ഉള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും എന്നെ അറിയുന്നതാണ്. നീണ്ട 10 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡൻറ്റും 32 വർഷത്തോളം തലപ്പലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും പ്രസിഡൻറ്റുമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ മേഖലകളിലും അതുപോലെ രാഷ്ട്രീയപരമായി എരുമേലി, മുണ്ടക്കയം, പാറത്തോട്, കോരുത്തോട് മേഖലകളിലും എനിക്ക് സുപരിചിതരായ ആൾക്കാരുണ്ട്. എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. താങ്കളുടെ പേരുമായിട്ടൊരു സാമ്യമുണ്ട്. അത് ആദ്യമേ തന്നെ ആൾക്കാർക്ക് പരിചിതമാക്കി എടുക്കണമല്ലോ. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഞാൻ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നയാളാണ്. മതേതരത്വത്തിൻ്റെ, വികസനത്തിൻ്റെ ആശയത്തിലാണ്. അപ്പോൾ ഞാൻ മത്സരിക്കുന്നത് ഇന്ത്യയുടെ ഹൃദയം തൊട്ട് നിൽക്കുന്ന കൈപ്പത്തി ചിഹ്നം തന്നെയാണ്. മറ്റാരെന്തു പറഞ്ഞാലും മതേതരത്വം ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് ഞാൻ പേരിനേക്കാൾ പ്രാധാന്യം കൈപ്പത്തി ചിഹ്നത്തിന് തന്നെയാണ് കൊടുക്കുക. ഇപ്പം എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന? എല്ലാ പ്രവർത്തകരെയും കണ്ടിട്ടുണ്ടോ? നിലവിൽ എല്ലാ പ്രവർത്തകരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം UDF-നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഈ പൂഞ്ഞാർ മണ്ഡലത്തിലുണ്ട്. ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും UDF-ആണ് ഭരിക്കുന്നത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതാണ്ട് 68ഓളം പഞ്ചായത്ത് മെമ്പർമാരും 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, 20ഓളം ബ്ലോക്ക് മെമ്പർമാരും ഉള്ള വളരെ വെൽ ഓർഗനൈസ്ഡായിട്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉള്ള അവരുടെ വലിയ ഒരു നിര തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം അധികാരത്തിലിരിക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ UDF-നോടൊപ്പമാണ്, കോൺഗ്രസിനോടൊപ്പമാണ്, മതേതരത്വത്തിനോടൊപ്പമാണ് എന്നുള്ളതിൻ്റെ അടിവരയിടുന്ന ഒരു ഇലക്ഷനായിരുന്നു 3 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നിലവിലുള്ള MLA-യുടെ വികസന നേട്ടങ്ങളെ പറ്റിയൊക്കെ താങ്കൾ എന്താണ് വിലയിരുത്തൽ? ഞാൻ തീർച്ചയായിട്ടും വികസനം എന്നുള്ള കാഴ്ചപ്പാട് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒരു വികസനവും നടന്നിട്ടില്ല. കാരണം ഞാൻ ഉറപ്പിച്ച് പറയാം, MLA വന്നിട്ട് 5 വർഷം, അതിന് മുമ്പ് LDF വന്നിട്ട് 10 വർഷമായി. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പണമാക്കി. ചുമ്മാ ഒരു രാഷ്ട്രീയക്കാരൻ ആരോപിക്കുന്നത് പോലെയുള്ളൊരു സംഭവമല്ല. അന്ന് നമുക്കറിയാം ഏറ്റവും വലിയ ഈ മേഖലയിലെ കൃഷി റബ്ബറാണ്. റബ്ബറിന് 120-140 രൂപ 10 വർഷം മുമ്പുണ്ട്. അത് നീണ്ട 10 വർഷമായിട്ട് 140-150, ഈ അടുത്ത കാലത്താണ് 180 വന്നത്. ഒരു 6 മാസം പോലും ആയില്ല. അതിൻ്റെ അടിസ്ഥാനം അന്ന് 10 വർഷം മുമ്പ് ഒരു ചായയ്ക്ക് 5 രൂപയായിരുന്നെങ്കിൽ അത് ഇന്ന് 15 രൂപയായി. അരിക്ക്
20 25 രൂപയായിരുന്നെങ്കിൽ അത് 45 തൊട്ട് 60 രൂപ വരെയായി. അതിൻ്റെ അടിസ്ഥാനം ഇൻഫ്ലേഷൻ അത്ര വലുതായിട്ട് കൂടിപ്പോയി. ഈ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പൊളിറ്റിക്സ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അതല്ലാതെ കുറച്ച് റോഡ് ടാർ ചെയ്തു, കുറച്ച് കല്ലിങ്ക് പണിതു എന്നുള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ പ്രാദേശിക പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സാമ്പത്തിക വികസന ആസൂത്രണമാണ് ഒരു നാട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരും ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്. അതിനു വേണ്ടുന്ന ഘടകങ്ങളെ ഒന്നും ഈ പറയുന്ന MLAയ്ക്കോ മുൻ MLAയ്ക്കോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വീഴ്ച. അതോടൊപ്പം ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കേരളത്തിൽ നിന്ന് മാറിയില്ല എങ്കിൽ തീർച്ചയായും പശ്ചിമ ബംഗാളിനേക്കാൾ വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഈ നാട്ടിലുള്ള നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, ഇടതുപക്ഷത്ത് വിശ്വസിക്കുന്ന ചാഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, മറ്റ് കക്ഷികളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഗവൺമെൻറ് ഇറങ്ങി മാറിയേ പറ്റൂ. കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവരുണ്ടാക്കിയിരിക്കുന്നു. അതിനോടൊപ്പം സംഘടിതമായ അഴിമതി, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും വളരെ കുറച്ച് മേൽത്തട്ടിലുണ്ടായിരുന്ന അഴിമതി ഇപ്രാവശ്യം ജനകീയവൽക്കരിച്ച് സംഘടിത അഴിമതിയാക്കി മാറ്റിയ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ആരോട് ചോദിച്ചാലും പറയും, അതിന് യാതൊരു തർക്കമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും ഞാനെന്നുള്ള വ്യക്തിയല്ല, ഈ UDF ഗവൺമെൻറ്റിന് വൻതോതിൽ അധികാരത്തിൽ വരാനുള്ള വോട്ടിംഗ് ഇവിടെ ഉണ്ടാകും. ഒരു 15,000 വോട്ടിൻ്റെ മിനിമം ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചിരിക്കും ഇവിടെ. എന്താണ് പൂഞ്ഞാറിനെ സംബന്ധിച്ച് വികസന കാഴ്ചപ്പാട് താങ്കളുടെ? പൂഞ്ഞാറിനെ സംബന്ധിച്ച് കൃത്യമായ വികസന കാഴ്ചപ്പാടുണ്ട്. ഈ പൂഞ്ഞാറിൻ്റെ ഓരോ പഞ്ചായത്തുകളെയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എടുത്ത് ഓരോ പഞ്ചായത്തിൻ്റെയും പ്രാദേശിക പ്രത്യേകതകളെ വിലയിരുത്തി ആ പഞ്ചായത്തിന് വേണ്ടുന്ന പ്രൊജക്റ്റുകൾ തയ്യാറാക്കി അതിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉതകുന്ന പദ്ധതികൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അതിനൊരു ഉദാഹരണം എരുമേലിയെ സംബന്ധിച്ചെടുക്കുക. എരുമേലി ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രിം സെൻ്ററാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ ഇന്നും യാതൊരു തര വികസനങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ കാലങ്ങളായി വളരെ സ്ലോയിലായിട്ട് വന്ന വികസനങ്ങളാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ എരുമേലിയെ, ആ എരുമേലിയുടെ 25 വർഷത്തെ വികസനം കണ്ടുകൊണ്ട് കൃത്യമായ ഒരു പിൽഗ്രിം ടൂറിസം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കും. അത് എരുമേലിക്ക് വേണ്ടി മാത്രമാവും. അതേസമയം മുണ്ടക്കൈ എടുക്കുക, അപ്പം മുണ്ടക്കയം വേറൊരു കാർഷിക പശ്ചാത്തലമാണ്. അതോടൊപ്പം കോരുത്തോട് എടുക്കുക, ആ കോരുത്തോടിന് വേറൊരു കാർഷിക പശ്ചാത്തലമാണ് ഉള്ളത്. അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ സാധാരണ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുക. അതിനൊക്കെ വളരെ നിസ്സാരമായി പെട്ടെന്ന് തന്നെ നടപടിയെ വരുത്താവുന്ന ഒരുപിടി പദ്ധതികളുണ്ട്. അത് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന ആ മേഖല ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കച്ചവട സംവിധാനങ്ങൾ നടക്കുന്ന, അവിടെ വേൾഡ് നിലവാരത്തിലുള്ള നല്ല ക്ലാസിക്കലായിട്ടുള്ള ട്രേഡിംഗ് സെൻറ്ററുകൾ കൊണ്ടുവന്നാൽ ആ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന നിരവധിയായ പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ബിസിനസ്സുകൾ, അതിൻ്റെ സെമിനാറുകൾ, ട്രേഡിംഗ് സെൻറ്ററുകൾ, ഗ്രേഡിംഗ് സെൻറ്ററുകൾ, അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ലഭിക്കാവുന്ന, നബാർഡ് തലത്തിൽ ലഭിക്കാവുന്ന ഇഷ്ടം പോലെ സ്കീമുകളുണ്ട്. ഒന്നും ഒരു MLAയും പഠിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യം അറിയാം. ഞാൻ 94 പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഈ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ പദ്ധതിയാണ് ഇന്ന് EMS ഭവന പദ്ധതിയും അല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതിയൊക്കെ ആയിട്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. അന്നാണ് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുമായി ചേർന്ന് ബാങ്കുമായി ചേർന്ന് സംയുക്തമായി സാധാരണക്കാരനും പാവപ്പെട്ടവനും ലോൺ എടുത്ത് കൊടുക്കുന്നൊരു സ്കീം കൊണ്ടുവന്നു. 50,000 രൂപയാണെന്ന്. അന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ആ പദ്ധതി ജില്ലാ ബാങ്കുമായി, കോട്ടയം ജില്ലാ ബാങ്കുമായി ടൈപ്പ് ചെയ്ത് 4,600 വീടുകൾ കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകൾ കൊടുത്തു. അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അത് റദ്ദ് ചെയ്തു. അങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നില്ല. വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞ് ആ പദ്ധതിയുടെ രൂപരേഖ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ശേഖരിച്ചാണ് പിന്നെ EMS പദ്ധതി അന്നത്തെ കാലത്ത് നടപ്പാക്കിയത്. അതിനുശേഷമാണ്, അതിൻ്റെ ബേസിലാണ് പിന്നെ സംഘടിതമായി ഗവൺമെൻറ് നേതൃത്വത്തിൽ നേരിട്ട് ലൈഫ് എന്ന് പറയുന്ന രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അഴിമതി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു പദ്ധതിയാണ് ലൈഫ്. ഇന്നും അത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഒരു പഞ്ചായത്തിലെ ചെറിയൊരു സർക്കുലർ മതി, ആ പഞ്ചായത്ത് ബന്ധപ്പെട്ട തൊട്ടടുത്തുള്ള നാഷണലൈസ് ഓർ ഷെഡ്യൂൾഡ് അല്ലെ കോപ്പറേറ്റീവ് ബാങ്കുമായി ചേർന്ന് ഒരു ലോൺ എടുത്ത് ആ സാധാരണ പാവപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കാൻ പാടില്ല.
100 വീട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ തരാൻ തയ്യാറാണ്. പഞ്ചായത്ത് കരാർ ഏർപ്പെട്ടാൽ നടക്കും. അതിന് മനുഷ്യനെ ഉണ്ടല്ലോ ഈ മൂക്കെ പിടിക്കുമ്പം വട്ടം ഇട്ട് പിടിപ്പിക്കുന്ന രീതിയിലാണ് ഈ പരിപാടികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതായത് സമയത്ത് ഒരു കാര്യം നടക്കില്ല. കാരണം ഗവൺമെൻറ്റാണ് ഇത് മുഴുവൻ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ അത്യാവശ്യം ഇച്ചിരി ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവർക്കറിയാം. പക്ഷേ പാവങ്ങളെ ഇട്ട് വലിച്ച് അവരുടെ 2 വർഷം കൊണ്ടല്ലേ 6 മാസം കൊണ്ട് തീരേണ്ട പദ്ധതികൾ 5-6 വർഷം നീണ്ട് പലരും മഴ നനഞ്ഞ് ഒലിച്ച് കിടക്കുന്ന സാഹചര്യമായിരിക്കുന്നു. ഇതിനൊന്നും വലിയ സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ട. പഞ്ചായത്തിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ഈ പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത്.